നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് പോർച്ചുഗലിൽ കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ കൊളംബിയയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5 മണിക്കാണ് കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടമുള്ളത്. കളി എന്ത് തന്നെ ആയാലും കൊളംബിയയും പോർച്ചുഗലും ഒക്കെ റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ആർക്ക് 2-ാം സ്ഥാനം ആർക്ക് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു മത്സരം എന്ന രൂപത്തിൽ മാത്രമാണ് നമ്മൾ ഇതിനെ കാണേണ്ടതുള്ളൂ. ഏതായാലും പോർച്ചുഗലിന് വിജയിക്കണം, ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം പിടിക്കണം. അതാണ് ഇപ്പോൾ പോർച്ചുഗൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഈ കളിക്ക് മുന്നോടിയായിട്ട് കൊളംബിയയുടെ കോച്ച് നെസ്റ്റർ ലോറൻസോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പോർച്ചുഗൽ ടീമിൽ ക്രിസ്ത്യാനോ മാത്രമല്ല, മറ്റൊരാളെ കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്. അത് വിറ്റീഞ്ഞയാണ്. 2 താരങ്ങൾ, ഈ 2 താരങ്ങൾ കീ പ്ലെയേഴ്സാണ് എന്ന് പറയുന്നു നെസ്റ്റർ ലോറൻസോ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ബോത്ത് വിറ്റീഞ്ഞ ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആർ കീ പ്ലെയേഴ്സ്. അവരുടെ ടീമിൽ വിറ്റീഞ്ഞയും ക്രിസ്ത്യാനോ റൊണാൾഡോയും 2 പേരും കീ പ്ലെയേഴ്സാണ്. ഒരാൾ ബോൾ കൺട്രോളിങ്ങിലും ഗെയിമിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നതിലും വളരെ കീ ആണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ടാക്റ്റിക്കൽ പ്ലേയിൽ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതേസമയം മറ്റേയാളോ ഫിനിഷിങ്ങിൽ, അറ്റാക്കുകൾ ഫിനിഷ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 2 പേരും വളരെ പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് ഒരാളെ തടഞ്ഞ് മറ്റൊരാളെ അങ്ങ് വിടാൻ പറ്റൂല. We cannot afford to leave either of them unmarked or overlook them. 2 പേരെയും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് പോയെങ്കിലേ കാര്യം നടക്കൂ. സോ ഞങ്ങളുടെ ടീം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു എക്സെപ്ഷണൽ ടാക്റ്റിക്കൽ ഡിസ്പ്ലേ ഈ മത്സരത്തിൽ ചെയ്യേണ്ടി വരും. അത് വെച്ചിട്ടാണ് നമുക്ക് വിറ്റീഞ്ഞയെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോയുടെ അറ്റാക്കിംഗ് ഇൻഫ്ലുവൻസിനെയും ഫിനിഷിംഗ് എബിലിറ്റിയെയും ഒക്കെ തടയാൻ പറ്റുകയുള്ളൂ. വി മസ്റ്റ് ബി എക്സ്ട്രീംലി കെയർഫുൾ ഇൻസൈഡ് അവർ പെനാൽറ്റി ഏരിയ എന്നുകൂടി പറയുന്നു. ക്രിസ്ത്യാനോയെ തടയാൻ പെനാൽറ്റി ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി നെസ്റ്റർ ലോറൻസോ പറയുമ്പോൾ, കൃത്യമായ പ്ലാനുകളോടുകൂടി CR7 പൂട്ടാനും വിറ്റീഞ്ഞയുടെ ബോൾ കൺട്രോളിങ്ങും ബോൾ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തടയാനും ഒക്കെ ആയിരിക്കും കൊളംബിയ ഇറങ്ങുക. കൊളംബിയയുടെ ഒരു രീതി എന്ന് പറയുന്നത് നന്നായി ഫൗൾ ചെയ്യും, മാരകമായിട്ടുള്ള ഫൗളുകൾ ഉണ്ടാവും, ചവിട്ടി കൂട്ടുക എന്നൊക്കെ നമ്മൾ പറയൂലേ, അത്തരത്തിലുള്ള കളി അവർ കളിക്കാറുണ്ട്. എങ്ങനെ പോർച്ചുഗൽ അതിജീവിക്കും കാത്തിരുന്ന് കാണാം. ഏതായാലും CR7 മറ്റു താരങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കട്ടെ. റൗണ്ട് ഓഫ് 32 പൊളിച്ചെടുക്കാനുള്ളതല്ലേ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.